അപ്പൊ ഗൈസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ ഇപ്പൊ ഇന്നത്തേക്ക് 5 ദിവസമായി നമ്മൾ അർജുനെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ റഡാർ തെരഞ്ഞിട്ടുണ്ട് ലോറി കിടക്കുന്ന ഒരു സ്ഥലം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറി ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പിന്നെ ഇന്ന പോലെ ഇത്രയും അടി താഴ്ചയിലേക്കാണ് കിടക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം പോറ്റാനായിട്ട് നമുക്കറിയാം അർജുന്റെ കാര്യം, ചെറുപ്രായമാണ്, കല്യാണം കഴിഞ്ഞ ഇത്രയോ മാസം പ്രായമുള്ള ഒരു കൊച്ചു കുട്ടിയുണ്ട്. അപ്പൊ ആ ഒരു കൊച്ചു കുട്ടീനെയും ഫാമിലിനെയൊക്കെ നോക്കാനായിട്ട് ചെറുപ്രായത്തിൽ തന്നെ ഡ്രൈവർ ജോലി തിരഞ്ഞെടുത്തതാണ് അർജുൻ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസമായിട്ടും മണ്ണിനടിയിൽ കിടക്കണം. നമുക്കറിയാം ഓക്സിജൻ ഒന്നും കിട്ടാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചായിരിക്കും. പക്ഷെ നമുക്ക് അറിയാം ഏറെക്കുറെയൊക്കെ എന്താ സംഭവിക്കുന്നത്. പക്ഷെ എന്നാലും നമ്മളെ പ്രതീക്ഷിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബം പോറ്റാനായിട്ട് ഇനിയും തിരിച്ചു വരട്ടെ, സന്തോഷമായിട്ട് ആ കുടുംബം മുന്നോട്ട് പോട്ടെ. നമുക്കറിയാം ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു കുടുംബം പോറ്റാനായിട്ട് ഈ ജോലിയിലോട്ട് തെരഞ്ഞെടുത്തിട്ട് ആ ഒരു ഗ്രഹനാഥൻ ഇല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥയ്ക്ക് എന്നാലും ഇന്ന് 100 ചാനലുകൾ കാണും പൊക്കിപ്പിടിക്കാനും ന്യൂസ് ഇടാനും അത് ഇത്. 2 ദിവസം കഴിഞ്ഞ് വേറൊരു ന്യൂസ് വരാൻ നേരത്തെ അതിന്റെ പുറകെ പിന്നെ ഈ ന്യൂസിന്റെ പുറകെ ആരും കാണത്തില്ല. ആ കുടുംബം എന്താണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. നാളത്തേക്കുള്ള ആ ഒരു ചൂടത്ത് ആ ഒരു ചൂടിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ 36 കോടി കൊടുത്ത് റഹീമിനെ നമ്മുടെ മലയാളികള് ഭയങ്കരമായിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ പിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ 36 കോടിയും നമ്മൾ കൊടുത്തിട്ട് പിന്നെ അതിന്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. റഹീമ് വന്നിട്ടുണ്ടോ, അവിടെ കാശ് ഇടയ്ക്ക് ഒരേ പോസ്റ്റ് വേണം. ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ സംഭവം. ഞാൻ എപ്പോഴും നോക്കാറുണ്ട്, നെറ്റിലൊക്കെ കണ്ടിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കാര്യം നമ്മൾ കണ്ടാണ് ജോയിനെയും നമ്മൾ കുറെ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് നമുക്ക് മൃതദേഹമാണ് കിട്ടിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നമുക്കറിയാം. പാറക്കട്ട് കണക്ക് അഴുക്ക് ഇങ്ങനെ കൂമ്പാരം കൂടി ഇരുന്നിട്ടും പിന്നെ 3-ാം ദിവസം വെള്ളത്തിൽ പൊങ്ങി അങ്ങനെയാണ് നമുക്ക് ജോയിയെ കിട്ടിയത്. പക്ഷേ നമ്മുടെ പിന്നെ അർജുന്റെ അർജുന്റെ വൈഫ് കാത്തിരിക്കുകയാണ്. ഈ ജോയി എന്ന് പറയുന്നത് കല്യാണം പോലും കഴിച്ചിട്ടില്ല, ഒരു അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അതും വിഷമകരമായിട്ടുള്ള കാര്യം. അമ്മയ്ക്ക് ഇനി ജോയി ഇല്ലല്ലോ എന്നൊരു വിഷമമാണ്. പക്ഷെ നമ്മുടെ അർജുന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടികളുടെ നമുക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ അർജുനെ ഇന്ന് വൈകിട്ട് ഉച്ചയോടെ കൂടി കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മലയാളികളൊക്കെ ഉണ്ടെന്നുള്ളൊരു സന്തോഷമാണ്. നമുക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തത് വണ്ടിയുടെ ഓണർ പറയുന്ന ഒരു വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയത്. വേറെ അതിലൊരു രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കാണ്, ഈ ലോറിന്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിന്റെ ഡ്രൈവറിനാണോ? കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു, കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു. എന്താ ആർക്കാ എത്രമാത്രം പിടിപാടുള്ളത് എന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞു ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല, ഡ്രൈവറിനും ഒരു പിടിപാടുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആള് മലയാളിയാണ്, അതാ പ്രശ്നം. അതുകൊണ്ട് അതിൻ്റെ പവറാണ് ഇപ്പോൾ അത്. നല്ലൊരു മാറ്റം മലയാളികൾ എല്ലാവരും കൂടിയതിനൊന്ന് മാത്രമാണ് എങ്ങനെങ്കിലും നമ്മളെല്ലാവരും പ്രാർത്ഥന എങ്ങനെങ്കിലും ജീവനോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഓണറും കുറെ സുഹൃത്തുക്കൾ, ഒരു 5-6-7-8 സുഹൃത്തുക്കളും അവരൊക്കെ വന്നിട്ട് കർണാടകയിലെ പോലീസുകാർ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കർണാടകയിലെ പോലീസുകാർ വന്നിട്ട് ചോദിച്ചത് എന്താണ് ഇത്ര ഹോൾഡ്, നിങ്ങളെ മുഖ്യമന്ത്രി അവരൊക്കെ വിളിക്കുന്നുണ്ട്, ഇപ്പൊ ഇത്ര ഹോൾഡ്, വണ്ടിക്ക് അകത്ത് കിടക്കുന്ന ആൾക്കാണോ ഹോൾഡ് അല്ലാണ്ട് വണ്ടിയുടെ ഓണർക്കാണോ ഹോൾഡ് എന്നൊക്കെ ചോദിക്കാൻ നേരത്ത് വണ്ടിയുടെ ഓണർ പറയുന്ന കാര്യം വണ്ടിയുടെ അകത്ത് കിടക്കുന്ന ആൾക്കും ഹോൾഡ് ഇല്ല, വണ്ടിയുടെ ഓണർക്കും ഹോൾഡ് ഇല്ല. പക്ഷെ ആ വണ്ടിക്കകത്ത് കിടക്കുന്നത് ഒരു മലയാളിയാണ്, അതാണ് ഏറ്റവും വലിയ ഹോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മലയാളി ആയതിൽ ഏറ്റവും നമ്മൾ അഭിമാനിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വിഷമഘട്ടത്തിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ നമ്മളെ മലയാളികൾ, നമ്മുടെ കേരളക്കാരിൽ കൈകോർത്താൽ എന്ത് വിഷയം ഉണ്ടായാലും എല്ലാരും ഒരുമിച്ച് നിൽക്കുമെന്ന് ഒരുപാട് മലയാളികളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിഷയം വന്നാലും എന്ത് പ്രശ്നമായിക്കോട്ടെ, കോടിക്കണക്കിന് രൂപ ആയിക്കോട്ടെ, മലയാളികൾ കൈകോർത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളല്ലോ. അതേപോലെ ഏത് ഇതാ എടുത്തു നോക്കിയാലും മലയാളികൾക്കായിരിക്കും കൂടുതൽ മുൻഗണനയിൽ പവറുള്ളത് മലയാളികളാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളി അർജുൻ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷ. കാരണം ആ ലോറിക്കകത്തുള്ളത് മലയാളിയാ.
ഏതൊരു സന്ദർഭ ഘട്ടത്തിലും മലയാളി പിടിച്ചു നിന്നിരിക്കും. അവിടെ എത്ര 10 ലിറ്റർ ക്യാൻഡിൽ വെള്ളം ഉണ്ടെന്ന് വണ്ടിയുടെ ഓണർ പറഞ്ഞിട്ടുണ്ട്. ആ ലോറിക്കകത്ത് അതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ അതിനകത്ത് സാഹചര്യം, നമ്മുടെ ഓക്സിജനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മൾ അർജുൻ തിരിച്ചറിയണമെന്ന് നമ്മുടെ പ്രതീക്ഷ വരണം. വന്ന് കഴിയുന്നില്ല, അർജുൻ വരണം. അർജുനെ നമുക്ക് ജീവനോടെ കണ്ടാൽ മതി. അർജുന നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിലൂടെ അർജുന്റെ ആ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കട്ടയിലും നമ്മുടെ വണ്ടിയുടെ ഓണർ പറയുന്നുണ്ട് മനക്കരുത്തുള്ളവരാണ് അർജുൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും വലിയ കാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ അർജുൻ പിടിച്ചു നിൽക്കുമെന്ന് ആ വണ്ടിയുടെ ഓണർ പറയുന്നത് കേട്ടത് ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഉറക്കം തേങ്ങി ഇണക്കിയിരിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ വന്ന് ചിലപ്പം ഇതൊക്കെ ചിലപ്പോൾ മാറ്റി നമുക്ക് പെട്ടെന്ന് ചിലപ്പം മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ തന്നെ ചിലപ്പം ഇച്ചിരി പേടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ അയ്യോ മരിച്ചു അങ്ങനെ ടെൻഷൻ അടിച്ച് മരിച്ചു. പക്ഷെ ഈ മനക്കരുത്തുള്ളവൻ വിചാരിക്കും എന്താണെങ്കിലും ഇന്നിതാവും. നമ്മൾ ദിവസങ്ങളും ടൈമും കഴിഞ്ഞു എന്നത് അറിയുന്നില്ല. ഈ മണ്ണിന്റെ അടിയിലായിരുന്നു പെട്ടെന്ന് വീഴുന്നതും വിളിച്ച് ഫുള്ളൊരു ഇരുട്ട് മൂടായിരിക്കും. പക്ഷെ ആ ഒരു കരുത്തിൽ നമ്മുടെ മണ്ണിനെ ദേശീയ തന്നെ ഗുണാകേവിൽ പെടാൻ നേരത്ത് കണ്ടിട്ടില്ല എന്ത് സിറ്റുവേഷനാണ്. പക്ഷെ ഇറങ്ങിയെടുത്തവർ ഓക്കെയാണ്. പക്ഷെ അതല്ല, ഈ അർജുൻ എന്ന് പറയുന്ന ഒരു മനക്കരുത്തുള്ളവരാണ് വണ്ടിയുടെ ഓണർ പറഞ്ഞത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് നിൽക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അർജുന്റെ മനസ്സിലാണ് അവിടെ എല്ലാം ക്ലിയർ ചെയ്തായിരിക്കും, എന്നെ ഇപ്പൊ പുറത്തെടുക്കും എന്നൊരു പ്രതീക്ഷയിലും മനസ്സിന് കരുത്ത് അറിയാം. നമുക്ക് 5 ദിവസമൊക്കെ ഫുഡ് കഴിക്കാണ്ടിരുന്നാലുള്ള അവസ്ഥയൊക്കെ നമുക്കറിയാം. ഭയങ്കര പിന്നെ ഈ ഓക്സിജനാണ് ഏറ്റവും നമുക്ക് ചെറിയൊരു വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടാണ്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം. പിന്നെ അത് പിടിച്ചു നിൽക്കട്ടെ, ആ ഒരു കാര്യത്തിൽ പിടിച്ചു നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉച്ചയോടെ എല്ലാം എല്ലാം സെറ്റ് ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് തന്നെയാണ് പറഞ്ഞത് റഡാർ തെളിഞ്ഞപ്പോ പറഞ്ഞത് ലോറി കണ്ടെടുത്തിട്ടുണ്ടെന്നാണ്. ബാക്കിയെല്ലാം സെറ്റാക്കി എടുക്കുമെന്ന് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, നല്ല ന്യൂസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അപ്പം നല്ല ന്യൂസ് വരട്ടെ. അപ്പൊ നമ്മൾ അടുത്ത അപ്ഡേഷൻ തരാം. ഓക്കെ.